പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. 12ാമത്തെ മിഷൻ ആൻഡ് ചർച്ച് പ്ലാനിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ 12ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളെല്ലാം തന്നെ പ്രായോഗികമായി ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളാണ്. നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ലക്ഷ്യമിടുന്ന ആളുകളിൽ ഇത്തരത്തിൽ പ്രായോഗികമായി അത് അവലംബിക്കുകയും ചെറിയൊരു ഗ്രൂപ്പിൻ്റെ മേൽ അത് പ്രായോഗികമാക്കി അവിടെ വിജയം പ്രാപിച്ചതിന് ശേഷം അവിടെ നിങ്ങൾ ആ ഫീൽഡിൽ നിങ്ങൾ കണ്ടെത്തുന്ന ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, അതിനെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശുശ്രൂഷയുടെ മുൻപോട്ടുള്ള അങ്ങനെയുള്ള ആത്മീക ശുശ്രൂഷയുടെ മുൻപോട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും സംശയങ്ങൾക്ക് വേണ്ടുന്ന ഉത്തരങ്ങളും ഒരുമിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ ലക്ഷ്യമിട്ട് ദർശനത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായോഗികമായ മെത്തേഡുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആ രീതിയിൽ അവരോട് സുവിശേഷീകരണത്തിലേക്ക് ഏർപ്പെടുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കാരണം അത് വലിയൊരു റിസൾട്ടിന് മുൻപിൽ നാം ഒന്നാണ് കാണുന്നതെങ്കിലും അല്ലെ 3-4 ആളുകളെയാണ് നമ്മൾ കാണുന്നതെങ്കിലും അത് വലിയൊരു റിസൾട്ടിലേക്ക് കൊണ്ടുപോകാൻ കാരണമാകാവുന്ന തരത്തിലുള്ള ഒരു പ്രായോഗിക പരിശീലനമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സുവിശേഷം പറയുന്നതിന് മുൻപ് എന്ത് ചെയ്യണമെന്നും അതിനുശേഷം സുവിശേഷം എന്താണെന്നും സുവിശേഷം എങ്ങനെ പറയണമെന്നും സുവിശേഷം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നും സുവിശേഷത്തോടുള്ള ആളുകളുടെ പ്രതികരണം എന്തൊക്കെയാണ് എന്നും ആളുകളുടെ പ്രതികരണത്തോട് നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണമെന്നും ഒക്കെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രായോഗികമായി ചിന്തിച്ചു. പ്രത്യേകിച്ച് 11ാമത്തെ പാർട്ട് 11 നാം പ്രധാനമായും ചിന്തിച്ചത് അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ആളുകളെ ചെറിയ സംഘങ്ങളായോ വ്യക്തിപരമായോ നടത്തേണ്ട അനുധാവന പ്രവർത്തനത്തെക്കുറിച്ച്, ഫോളോ അപ്പ് വർക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവരെ പഠിപ്പിക്കുമ്പോൾ ഡിസ്കസ് ആൻഡ് ഡിസ്കവർ, ചർച്ച ചെയ്ത് പഠിപ്പിക്കുക എന്ന രീതി അവലംബിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ പ്രധാനപ്പെട്ടതായ കാരണം ഉത്തരവാദിത്വം. ചർച്ച ചെയ്ത് പഠിപ്പിക്കുമ്പോൾ അവർ തന്നെയാണ് ദൈവവചനത്തിൻ്റെ ആത്മീക സത്യങ്ങൾ കണ്ടെത്തുന്നത്, മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുകയല്ല. അപ്പം ഒന്ന് ഇൻഫർമേഷനും മറ്റൊന്ന് എക്സ്പീരിയൻസുമാണ്. ഡിസ്കവർ ചെയ്യുന്നത് എക്സ്പീരിയൻസാണ്. അവരുടെ തന്നെയാണ് ഓണർഷിപ്പ്. ഇപ്പോൾ ഡിസ്കവർ ചെയ്യുന്ന ആളുടെയാണ് അദ്ദേഹം ഡിസ്കവർ ചെയ്തതിനെ കുറിച്ചുള്ള ഓണർഷിപ്പ്. അപ്പോൾ ദൈവവചനം അവർ തന്നെ സത്യം കണ്ടെത്തുമ്പോൾ അവർ തന്നെ അതിൻ്റെ ഉടമസ്ഥത, ആ സത്യം കണ്ടെത്തിയതിൻ്റെ ഉടമസ്ഥത അവകാശം അവർക്കായതുകൊണ്ട് അവർ അതിനെ അനുസരിക്കാൻ കൂടുതൽ ഉത്സാഹമുള്ള ആളുകൾ ആയിരിക്കും. അതുമാത്രമല്ല, അവർ ആ സത്യത്തിൽ നിന്ന് മാറാതെ നിൽക്കാൻ കൂടുതൽ ഇടയാകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്കസ് ആൻഡ് ഡിസ്കവർ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് കണ്ടുപിടിക്കാൻ ഉള്ള ആ രീതി അവലംബിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട ആ ചെറിയ ഗ്രൂപ്പിനെ നാം 90 മിനിറ്റാണ് ചിലവഴിക്കുന്നെങ്കിൽ അതിനെ 3ആയി ഡിവൈഡ് ചെയ്ത് 30 മിനിറ്റുകൾ വീതമുള്ള മൂന്ന് പ്രത്യേക സെക്ഷൻസ് ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതിന് 3/3 പ്രോസസ് എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത്. 3/3 പ്രോസസ്. അതായത് നാം അഭിമുഖീകരിക്കുന്ന 30 മിനിറ്റുകൾ വീതമുള്ള മൂന്ന് സെഷനുകൾ പോലെ തിരിച്ച് 3 സെഷനുകൾ പോലെ തിരിച്ചു വേണം അവരെ ദൈവവചനത്തിൻ്റെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്നാണ് നാം ചിന്തിച്ചത്. ഇതിത്തെ നമ്മൾ ഒന്നാമത്തെ 3-1, ഇത് 3-ൽ 2-ാം ഭാഗം, ഇത് 3-ൽ 3-ാം ഭാഗം, ഇങ്ങനെ നമുക്ക് തിരിക്കാം. ഈ ആദ്യത്തെ സെക്ഷന് നമ്മൾ കൊടുത്ത പേര് തിരിഞ്ഞു നോട്ടം എന്നതായിരുന്നു.
തിരിഞ്ഞ നോട്ടം. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇൻവിറ്റേഷൻ, ഇൻട്രൊഡക്ഷൻ ആൻഡ് വെൽക്കം. ഇൻട്രൊഡക്ഷൻ ആൻഡ് വെൽക്കം. വെൽക്കം എന്ന് പറയുന്നത് സ്വാഗതം. ആളുകളെ പരിചയപ്പെടുത്തുകയും അവരെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനെ കുറിച്ച്, അതിനെക്കുറിച്ച് അല്പമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടുതൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചോദിക്കാം, തീർച്ചയായിട്ടും. അതിനുശേഷം നമ്മൾ പറഞ്ഞത് പ്രയർ വേണമെന്ന് പറഞ്ഞു. പ്രയർ വേണം. വർഷിപ്പ് അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞത് അക്കൗണ്ടബിലിറ്റിയാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്ന അക്കൗണ്ടബിലിറ്റി എന്നാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഇന്ന പാഠങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ പഠിച്ചപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ആ പാഠത്തെ അനുബന്ധിച്ച് അനുസരിക്കാൻ ചെയ്യാം എന്നേറ്റ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ എത്രമാത്രം നിങ്ങൾ ചെയ്തു എന്ന് പരിശോധിക്കുന്ന, എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാമോ എന്ന് ചോദിക്കുന്ന ആ രീതിക്കാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇത് സഭയിൽ സാധാരണയായി നടക്കുന്ന കാര്യമല്ല. ഇത് ടീച്ചിങ്ങിൽ മാത്രമേ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂട്ടായ്മകളിൽ, സാധാരണയുള്ള കൂട്ടായ്മകൾ നടക്കുന്നതാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട കാര്യം മാത്രം നടക്കാത്തത് കൊണ്ട് നാം നമ്മുടെ സഭകൾ പുരോഗതിയിലേക്കും അനുസരണത്തിലേക്കും വളരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെറുതായി തുടങ്ങുന്ന കൂട്ടായ്മകളിൽ സഭ മുൻപോട്ട് പോകണമെങ്കിൽ, സഭ വളർച്ചയിലേക്ക് പോകണമെങ്കിൽ, സഭ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മ, നിങ്ങളുടെ ശുശ്രൂഷ അഭിവൃദ്ധിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ നിങ്ങൾ ആരാധനയുടെയോ പ്രാർത്ഥനയുടെയോ ഭാഗമായി നടത്തുന്നതിനെ പ്രധാനമായും നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നതിനെ ആശ്രയിച്ച് തരംതിരിച്ച് ഈ ഭാഗം ഉൾപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് എന്ന കാര്യവും കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞത് മുകളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഇതാണ് മുകളിലേക്ക് നോക്കുക. ഈ ഭാഗത്തെ നമുക്ക് അങ്ങനെയാണ് വിളിക്കാവുന്നത്. ഇംഗ്ലീഷിൽ ലുക്ക് അപ്വേർഡ് എന്ന് പറയാം. മുകളിലേക്ക് നോക്കുക. മുകളിലേക്ക് നോക്കിയാൽ എന്താണ്? നമ്മൾ ദൈവത്തിലേക്ക് നോക്കുക എന്ന അർത്ഥമാണ് മുകളിലേക്ക് നോക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിലേക്ക് നോക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിലേക്ക് നോക്കി എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ പുതിയ പാഠമാണ് സത്യത്തിൽ പഠിക്കുന്നത്. ദൈവം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക എന്നർത്ഥമാണ്. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ നാം എവിടെ ശ്രദ്ധിക്കണം? ദൈവവചനം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും ദൈവവചന പഠനമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ പറഞ്ഞാൽ പുതിയ പാഠം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പാഠം പഠിച്ചിട്ടുണ്ടാവും. അല്ലാതെ പിന്നെയും നമ്മൾ ശിഷ്യത്വത്തിലേക്ക് അവരെ നയിക്കേണ്ടതിന് വേണ്ടുന്ന അടുത്ത പാഠം പഠിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഈ വേദഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഏത് രീതിയാണ് വേദഭാഗം പഠിപ്പിക്കുമ്പോൾ അവലംബിക്കേണ്ടത് എന്നത് ഡിസ്കസ് ആൻഡ് ഡിസ്കവറി മെത്തേഡാണെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിലും അതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് വിശദമായ ഒരു രൂപം നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്നെനിക്ക് താല്പര്യമുണ്ട്. അതിന് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിനെ ബേസ് ചെയ്താണ് ഈ പുതിയ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ നാം പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കുമ്പോഴും നാം പഠിക്കേണ്ടത് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അതെന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ മലയാളത്തിൽ വായിക്കാം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്പൊ വചനം കൊണ്ട് ഉണ്ടാകേണ്ട എഫക്റ്റാണ്, പ്രതിഫലനമാണ്, ദൈവവചനം കൊണ്ട് ഉണ്ടാകേണ്ട പ്രവൃത്തിയാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലെ ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവവചനം ഒരാൾ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ ഉണ്ടാകേണ്ട പ്രവൃത്തി എന്താണ് എന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത് ഇരുവായ്ത്തലയുള്ള
വാളിനേക്കാൾ മൂർച്ചയുള്ളത് എന്നാണ് ആ വേദഭാഗം പറയുന്നത്. അപ്പം നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി മെത്തേഡിനെ, ഇതൊരു ബൈബിൾ സ്റ്റഡി മെത്തേഡാണ്. ഈ ബൈബിൾ സ്റ്റഡി മെത്തേഡിനെ ഇത് ഒരു വാളാണെന്ന് സങ്കല്പിക്കുക. വാളാണ്, ഞാൻ വരച്ചത് വാളാണ്, അങ്ങനെ സങ്കല്പിക്കുക. നിങ്ങൾക്കത് വാളായിട്ട് തോന്നിയില്ലെങ്കിലും വാളായിട്ട് സങ്കല്പിക്കുക. അപ്പം ഈ ഇരുവായ്ത്തലയുള്ള വാള്, ഇരുവായത്ത് 2-edged sword എന്നാണ് ഇംഗ്ലീഷിൽ ഇരുവായ്ത്തലയുള്ള വാള്. ഇതിനെ നമ്മൾ ഇതൊരു ബൈബിൾ സ്റ്റഡി മെത്തേഡാണ്. ബൈബിൾ സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നെത്താനെ ബൈബിൾ പഠിക്കാനും. എന്തിനാണ് നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി മെത്തേഡ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഓരോ വചനങ്ങൾ പഠിക്കുമ്പോഴും ഓരോ വചനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കേണ്ടതിന്, പ്രസംഗിക്കേണ്ടതിന്, ശുശ്രൂഷിക്കേണ്ടതിനും ഒക്കെ വചനം നിങ്ങൾ വായിക്കുമ്പോൾ ആ വചനത്തെ പഠിക്കേണ്ടത് ഈ രീതിയിലാണ്. ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കണം. പ്രധാനമായും ബേസിക്കായും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ആ വചനത്തെ നേരിടേണ്ടത്, വചനത്തെ കാണേണ്ടത്. ആ വചനത്തോട് ഈ ചോദ്യങ്ങൾ ചോദിക്കണം. ആ വചനത്തിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ വചനം എന്താണ് ദൈവം അവിടെ പറയുന്നതെന്ന് ഏറെക്കുറെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ബൈബിൾ സ്റ്റഡി മെത്തേഡിന് സോഡ് മെത്തേഡ് എന്നാണ് പറയാനായിട്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സോഡ് മെത്തേഡ് എന്നാണ് പറയാനായിട്ട് പറ്റുന്നത്. സോഡ് എന്ന് പറയുന്നത് വാളെന്നാണ്. വാളിൻ്റെ മെത്തേഡിൽ വേണം നമ്മൾ ബൈബിൾ സ്റ്റഡി ഇവിടെ നടത്താനായിട്ട്. ഞാനത് മായ്ച്ചു കളയാണ്, കാരണം എനിക്കവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതാനായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം സോഡ് മെത്തേഡിൽ നമ്മൾ ബൈബിൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം ഒരു പാസേജോ ഒരു വാക്യമോ ഒക്കെ നമുക്ക് ഈ മെത്തേഡിൽ പഠിക്കാനായിട്ട് പറ്റും. കൂടുതലും ഒരു പാസേജാണ് ഈ മെത്തേഡിൽ പഠിക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഇതിൻ്റെ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം കണ്ടോ? ഇതിൻ്റെ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം മുകളിലേക്കാണ് നിൽക്കുന്നത്. വാള് മുകളിലേക്ക് നിൽക്കുകയാണ്. വാള് മുകളിലേക്ക് നിൽക്കുമ്പം ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം മുകളിലേക്കാണ് നിൽക്കുന്നത്. ഇത് ഞാൻ വാളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പറയുകയാണ്. പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം മുകളിലേക്കാണ് നിൽക്കുന്നത്. മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം ദൈവത്തിങ്കിലേക്കാണ് ചൂണ്ടുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടതായ ചോദ്യം, ഒരു വേദഭാഗം നമ്മൾ വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാസേജ് നമ്മൾ വായിച്ചിട്ട് ഈ വേദഭാഗത്ത് ദൈവത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ആദ്യത്തെ ചിന്തയും ചോദ്യവും. ആദ്യത്തെ ചോദ്യം ഇതാണ്. ബേസിക് സോൾവ് മെത്തേഡിലെ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കണം. ഈ വേദഭാഗത്ത് ദൈവത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്വഭാവമാകാം, ദൈവത്തിൻ്റെ പ്രകൃതിയാകാം, ദൈവത്തിൻ്റെ തത്വങ്ങളാകാം, പ്രിൻസിപ്പിളാകാം, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാവാം, ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് ആവാം, ദൈവത്തിൻ്റെ നേച്ചർ ആവാം. അപ്പം അത് ദൈവത്തെക്കുറിച്ച്, ഈ വേദഭാഗത്ത് ദൈവത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, വേദപുസ്തകം തുടങ്ങുന്ന തന്നെ ആദിയിൽ ദൈവം എന്ന വാക്യത്തോടു കൂടിയാണ്. ആദിയിൽ ദൈവമാണ് മുമ്പിൽ നിൽക്കേണ്ടത്. വചനത്തിൻ്റെ മുൻപിലും ദൈവമാണ് നിൽക്കുന്നത്. ഏത് സ്വഭാവത്തിലാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഒന്നുകൂടെ ഞാൻ പറയാം, ഈ വേദഭാഗത്തിൽ നമ്മളൊരു വേദഭാഗം വായിച്ചിട്ടാണല്ലോ ഈ സോഡ് മെത്തേഡിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ വേദഭാഗത്തിൽ ദൈവം ഏത് സ്വഭാവത്തിലാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്, ആ സ്വഭാവത്തിൽ നിന്നാണ് അടുത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഏത് സ്വഭാവത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് ശാസനയാണോ, അത് ഗുണീകരണമാണോ, അത് ശിക്ഷയ്ക്കുള്ള വിധിയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ ഏത് മനോഭാവത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളിവിടെ വായിച്ച വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ച അത് ഹൃദയത്തെ വിവേചിക്കുന്നു, ചിന്തനകളെ വിവേചനം ചെയ്യുന്നു, ശാസിക്കുന്നു, ഗുണീകരിക്കുന്നു, ഇതൊക്കെയാണല്ലോ വചനം ചെയ്യുന്നത്. അപ്പം ദൈവം ഏത് സ്വഭാവത്തിലാണ്, ഏത് നേച്ചറിലാണ്, ദൈവത്തിൻ്റെ ഏത് സ്വഭാവത്തിലാണ് ദൈവം ഇവിടെ ഈ പറയുന്ന പ്രത്യേക ഭാഷയിൽ ദൈവം നിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് ഗുണീകരണത്തിന് വേണ്ടിയോ ശാസനയ്ക്ക് വേണ്ടിയോ ക്രമീകരണത്തിന് വേണ്ടിയോ
നന്മയ്ക്ക് വേണ്ടിയോ അനുഗ്രഹത്തിന് വേണ്ടിയോ പ്രോമിസിന് വേണ്ടി ഏതിനു വേണ്ടിയുള്ള വചനമാണതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കാതെ നമ്മൾ പ്രസംഗിച്ചാൽ നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്ന പലരെ പോലെയൊക്കെ ആയിപ്പോകും. അത് മനസ്സിലാക്കിയിട്ട് നാം പ്രസംഗിക്കാൻ ശുശ്രൂഷിക്കാൻ ശ്രമിച്ചാൽ ദൈവം ഈ ഭാഗങ്ങൾ സംസാരിക്കുമ്പോൾ ഏത് പ്രവൃത്തിയിൽ, ഏത് സ്വഭാവത്തിൽ, ഏത് നേച്ചറിലാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ വികാരവും പ്രതിഫലനവും അവിടെ എന്താണ് എന്ന് നമ്മൾ ചോദിക്കണം. അപ്പോൾ ഈ വചനത്തോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഇവിടെ ദൈവം ആരാണെന്നാണ് പറയുന്നത്, ദൈവം എങ്ങനെയാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യമായിരിക്കണം പ്രധാനമായിട്ടും നമ്മൾ ഈ വേദഭാഗത്ത് ചോദിക്കേണ്ടതായ ചോദ്യം. ഇനി നമ്മൾ കൈപിടിച്ചിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് നമ്മളെക്കുറിച്ചുള്ള, പൊതുവായി ഞാൻ മനുഷ്യനെ കുറിച്ച് പറയാണ്. മനുഷ്യൻ, ഇവിടെ ദൈവം എന്ന് ഞാൻ എഴുതാം, മലയാളത്തിൽ തന്നെ എഴുതാം. ദൈവത്തെക്കുറിച്ചാണ്, ഇവിടെ മനുഷ്യനെ കുറിച്ചാണ്. മനുഷ്യൻ. പിന്നെ ചോദിക്കേണ്ട ചോദ്യം, ഈ വേദഭാഗത്തിൽ മനുഷ്യനെ കുറിച്ച്, ആളുകളെ കുറിച്ച്, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകളോടായിരിക്കാം ദൈവത്തിൻ്റെ വചനം ദൈവത്തോട് സംസാരിക്കുന്നത്, ചിലപ്പം ഒരു രാജ്യത്തോടായിരിക്കും, ചിലപ്പോൾ പൊതുവിലുള്ള സമൂഹത്തോട് പ്രബോധനം പോലെ ആയിരിക്കും. അപ്പം ഇവിടെ മനുഷ്യനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ്റെ സ്വഭാവം പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പം മനുഷ്യൻ്റെ രീതികൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ പ്രതികരണം ചിലപ്പോൾ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ടാവാം, ദൈവം പറഞ്ഞ കാര്യത്തോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചിലപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടാവും. ഇവിടെ മനുഷ്യനെക്കുറിച്ച്, ഈ വേദഭാഗത്തിൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്താണ്? ഇപ്പം മനുഷ്യൻ പ്രതികരിക്കുന്നവനാണെന്നോ, അല്ലെങ്കിൽ നെഗറ്റീവായി പ്രതികരിക്കുന്നവനാണോ, പോസിറ്റീവായി പ്രതികരിക്കുന്നവനാണോ, അനുസരണക്കേട് കാണിക്കുന്ന സ്വഭാവമുള്ളവനാണെന്നോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ. മനുഷ്യൻ്റെ സ്വഭാവം, തത്വങ്ങൾ, ചിന്തകൾ, പ്രകൃതികൾ, ഇതൊക്കെയാണ് മനുഷ്യനെക്കുറിച്ച് അറിയേണ്ടത്. അപ്പം നമ്മൾ ആ വേദഭാഗത്ത് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ നേച്ചർ, ആ വേദഭാഗത്ത് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ എന്ന് ഞാൻ പ്രത്യേകം മനഃപൂർവ്വം എടുത്ത് പറഞ്ഞതാണ്. ആ വേദഭാഗത്ത് ദൈവം സംസാരിക്കുമ്പോൾ ഏത് നേച്ചറിലാണ് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത്, ആ വേദഭാഗം ഏത് നേച്ചറിലുള്ള മനുഷ്യനോടാണ് സംസാരിക്കുന്നത് എന്നുമാണ് നമ്മൾ കണ്ടത്. അപ്പം ഈ രണ്ട്, ദൈവം സംസാരിക്കുന്നു, ദൈവം ഒരു പ്രത്യേക രൂപത്തിൽ സംസാരിക്കുന്നു, അതൊരു പ്രത്യേക നിലവാരത്തിലുള്ള മനുഷ്യനോട് സംസാരിക്കുന്നു. അപ്പം നമ്മൾ പ്രസംഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഓഡിയൻസ് ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, നമ്മൾ ആരോടാണ് ദൈവവചനം പറയുന്നത്, നമ്മുടെ ഓഡിയൻസിൻ്റെ വികാരം, വിചാരം, പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. സുവിശേഷം പറയാൻ വേണ്ടി പുറപ്പെടുന്നതിന് മുൻപ് ആളുകളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ്. അപ്പം ദൈവവചനത്തിൽ അങ്ങനെ മനുഷ്യൻ ദൈവവചനത്തോട് പ്രതികരിച്ച ഒത്തിരി പ്രതികരണങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മനുഷ്യൻ്റെ പ്രകൃതം എന്തായിരുന്നു? ദൈവം ഒരു പ്രത്യേക സ്വഭാവത്തിൽ, പ്രകൃതിയിൽ, മനോഭാവത്തിൽ സംസാരിച്ചപ്പോൾ മനുഷ്യൻ്റെ മനോഭാവം എന്തായിരുന്നു എന്ന് നാം ശ്രദ്ധിക്കണം. ആ മനോഭാവത്തിൽ ഒട്ടും കൂടുതലും കുറവുമായിരിക്കുകയില്ല ആ തരത്തിലുള്ള, ആ നേച്ചറിലുള്ള നമുക്കും നമ്മുടെ മനോഭാവങ്ങൾക്കും. അപ്പം ഇത് രണ്ടും കണ്ടുപിടിക്കുക. പിന്നീട് നാം പ്രധാനമായും ചോദിക്കേണ്ടത്, ഇവിടെ എന്തെങ്കിലും പാപം, ഞാൻ ഒരു വാളിൻ്റെ ഒരു തലയാണ്, ആ തലയ്ക്കൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഈ വേദഭാഗത്തിൽ ഞാൻ അവോയ്ഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ എനിക്കുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഏതെങ്കിലും പാപ സ്വഭാവങ്ങൾ, ഞാൻ മാറ്റിക്കളയേണ്ട എന്തെങ്കിലും പാപ സ്വഭാവങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. പിന്നെ അങ്ങനെ പാപ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിക്കളയാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ പ്രോമിസ്, വാഗ്ദത്തങ്ങൾ, ഈ വേദഭാഗത്ത് വാഗ്ദത്തം, ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എന്തെങ്കിലും, എന്നോട്, ജനത്തോട്, മനുഷ്യരോട് ഒക്കെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഈ വേദഭാഗത്ത് പ്രതിപാദിച്ചിട്ടുണ്ടോ? അതുണ്ടെങ്കിൽ ആ വാഗ്ദത്തം എന്താണ്? അതെനിക്ക് പ്രാപിക്കാൻ ഏതെങ്കിലും പാപം ഞാൻ മാറ്റിക്കളയണം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ടോ? അതും കൂടെ ചിലപ്പോൾ ഈ പ്രത്യേക പാസേജിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ലായിരിക്കും, പക്ഷേ മറ്റു പല ഭാഗത്തും ചിലപ്പോൾ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പം ഓരോ സ്ക്രിപ്ചറിനോടും ഓരോ വേദഭാഗങ്ങളോടും ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ അവലംബിച്ച് നാം പഠിക്കുകയാണെങ്കിൽ നമ്മൾക്കത് കണ്ടെത്താനായിട്ടും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. ഇവിടെ
അടുത്ത രണ്ട് വശങ്ങളുള്ള വാള് എന്ന ഇരുവായുത്തല ഉള്ള വാള് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അതിൽ ഒരു വശത്ത് നമ്മൾ പറഞ്ഞു ആദ്യം ദൈവത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ്, പിന്നെ മനുഷ്യനെ കുറിച്ചുള്ളത്, പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട പാപ സ്വഭാവങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടോ, ഇവിടെ എന്തെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആ വേദഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അടുത്തത്, ഇവിടെ എന്തെങ്കിലും കൽപ്പനകൾ ദൈവം നമ്മളോട് ചെയ്യാൻ കൽപ്പനകൾ പറയുന്നുണ്ടോ? അടുത്ത പോയിന്റാണ് കൽപ്പനകൾ. നമ്മൾ ഇതുവരെയും പ്രമാണിച്ചിട്ടില്ലാത്ത, ഇതുവരെയും നമ്മൾ ഒബീഡിയൻ്റ് ആകാത്ത എന്തെങ്കിലും കൽപ്പനകൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. പിന്നെ ഇവിടെ എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ, ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ, അനുസരിക്കുന്നതിന് നമ്മൾ അനുസരിക്കേണ്ട എന്തെങ്കിലും അല്ലെ അനുസരിക്കേണ്ടതോ അല്ലെങ്കിൽ പിൻപറ്റേണ്ടതുമായ എന്തെങ്കിലും രീതികൾ, പ്രവർത്തികൾ ഇവിടെ ഉണ്ടോ എന്ന് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നാം മുകളിലേക്ക് നോക്കുക എന്ന സെഷനിൽ നമ്മൾ പഠിക്കേണ്ട, വേദഭാഗത്ത് നാം പറഞ്ഞു കൊടുക്കേണ്ട, നാം പഠിപ്പിക്കുന്ന ആളുകൾ കണ്ടെത്താൻ വേണ്ടി ആവശ്യപ്പെടേണ്ട ആ വേദഭാഗം വായിച്ചിട്ട് നമ്മൾക്ക് അവരോട് ചോദിക്കാം, ദൈവത്തെക്കുറിച്ച് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ എന്തെങ്കിലും സ്വഭാവം പറഞ്ഞിട്ടുണ്ടോ, ദൈവത്തിൻ്റെ എന്തെങ്കിലും പ്രവർത്തന രീതികൾ പറഞ്ഞിട്ടുണ്ടോ, ദൈവം ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, ദൈവത്തെക്കുറിച്ച് അവർ തന്നെ കണ്ടെത്തുകയാണ്. അപ്പം ദൈവം ആരാണെന്ന് കുറച്ചുകൂടി ഒരു ബോധ്യം അവർക്കുണ്ടാകുകയാണ്. അവർ തന്നെ, നമ്മൾ ദൈവം സർവശക്തിമാൻ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനമാണ് നമ്മൾ വായിക്കുന്നതെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ പറയാണ് സൗഖ്യമാക്കുന്നത് യഹോവ. അത് പല പ്രാവശ്യം കേട്ടിട്ടുള്ളത് കൊണ്ടും ഉള്ളത് കാരണം നമുക്കത്ര എഫക്റ്റ് വരത്തില്ല. പക്ഷേ ഇത് കണ്ടുപിടിക്കുന്ന, അവിടെ പറയാണ്, ഒരു രോഗിയായിരിക്കുന്ന ഒരാൾ അത് കണ്ടുപിടിക്കുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നാണ് ദൈവം പറയുന്നത് എന്ന്. ദൈവം സൗഖ്യമാക്കുന്നവരാണ്. അവിടെ അനുസരിക്കേണ്ട അല്ലെങ്കിൽ വാഗ്ദത്വം എന്താണ്? ഞാൻ നിന്നെ സൗഖ്യമാക്കും എന്ന വാഗ്ദത്വമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വർധനവിലേക്ക് അദ്ദേഹത്തെ നയിക്കാനായിട്ട് സാധിക്കും. ദൈവം ആരാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആ വേദഭാഗത്ത് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, മനുഷ്യൻ്റെ പ്രകൃതി എന്താണ്, ആ പ്രകൃതിയോട് ആ പ്രകൃതിയിൽ ഏതെല്ലാം പ്രകൃതികൾ നമുക്കുണ്ട് എന്ന് കണ്ടുപിടിക്കും. പൊതുവെ മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ നാം സംസാരിക്കുന്ന ആളുകൾക്കുണ്ട് എന്നറിഞ്ഞതിന് ശേഷം എന്ന് കണ്ടുപിടിക്കുക. എങ്കിൽ മാത്രമേ നാം പറയുന്ന മെസ്സേജ് റൈറ്റ് പ്ലേസിലാണോ, നമ്മൾ റൈറ്റ് മെസ്സേജ് ഇൻ റൈറ്റ് പ്ലേസ്, അവിടെ ആണോ നമ്മൾ കൃത്യം കൊടുക്കേണ്ട സ്ഥലത്ത് തന്നെയാണോ, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആളുകൾക്ക് തന്നെയാണോ നാം കൊടുക്കേണ്ട മെസ്സേജ് കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിശക്കുന്ന ആളുകളുടെ മുൻപിൽ ആഹാരം വിളമ്പിയെങ്കിൽ മാത്രമേ ആഹാരം അവർ കഴിക്കുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ആഹാരം അവർ കഴിക്കുന്നതിൻ്റെ തൃപ്തി നമുക്കും കൂടെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിശക്കുന്നവർക്ക് കൊടുക്കണം. മുഴുവൻ കഴിച്ചിട്ടിരിക്കുന്നവരുടെ മുൻപിലോട്ട് നമ്മൾ ആഹാരം കൊണ്ട് കൊടുത്താൽ നമ്മൾക്ക് ആ കൊടുത്തതിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുകയില്ല. കാരണം അവർക്ക് വേണ്ട, അവരുടെ പെരുമാറ്റം, സ്വഭാവം, മനോഭാവങ്ങളെല്ലാം നമുക്ക് ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഉത്സാഹം തരുന്നതായിരിക്കുകയില്ല. കൊടുത്തുപോയല്ലോ എന്ന ചിന്തയിൽ നമ്മൾ നിരാശപ്പെടും. ചിലപ്പോഴൊക്കെ ശുശ്രൂഷകളിൽ നാം ഇത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. കാരണം റൈറ്റ് പ്ലേസ് ആയിരുന്നില്ല, അത് റൈറ്റ് മെസ്സേജും ആയിരുന്നില്ല എന്നതുകൊണ്ട് ആ സന്ദേശം സ്വീകരിക്കപ്പെടാതെ അവിടെ കിടക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും. ചിലപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ പ്രസംഗിക്കുന്ന പ്രസംഗകന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നാം റൈറ്റ് പ്ലേസിൽ റൈറ്റ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മനുഷ്യൻ്റെ സ്വഭാവവും രീതികളും എന്താണ് എന്ന് കൃത്യമായി ഈ സന്ദേശം ഏത് രീതിയിൽപ്പെട്ട മനുഷ്യനാണ് കൊടുക്കേണ്ടത്, ആ രീതിയിൽപ്പെട്ട മനുഷ്യന് ആ മെസ്സേജ് കൊടുക്കണം. ആ രീതിയിൽപ്പെട്ട ആളല്ലാതെങ്കിൽ ആ മെസ്സേജ് അദ്ദേഹത്തിന് സൂട്ടാവത്തില്ല, അദ്ദേഹത്തിന് നമ്മുടെ മലയാള തനി ഭാഷ പറഞ്ഞ് എറിക്കത്തില്ല. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ എന്തെങ്കിലും ഞാൻ അവോയ്ഡ് ചെയ്യേണ്ട പാപങ്ങളെക്കുറിച്ച് വ്യക്തിപരമായി ഈ ഗ്രൂപ്പിൽ നിങ്ങൾ എന്തെങ്കിലും അവോയ്ഡ് ചെയ്യേണ്ട പാപത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ടോ?
നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിക്കളയേണ്ട, ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ട ഏതെങ്കിലും പാപത്തെക്കുറിച്ച് പറയുന്നുണ്ടോ, ഏതെങ്കിലും വാഗ്ദാനം നിങ്ങൾക്ക് വേണ്ടി ദൈവം അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അവരോട് തന്നെ ചോദിക്കണം. അപ്പോൾ അവർ അത് കണ്ടെത്തി പറയുകയാണ്. പിന്നീട് ചോദിക്കേണ്ടത്, ഇവിടെ നമ്മൾ അനുസരിക്കേണ്ട എന്തെങ്കിലും കൽപ്പനകളെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അതാണ്, ആ ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. എന്താണെന്ന് ചോദിച്ചാൽ ആ ചോദ്യമാണ് അവരെ അടുത്ത പടിയിലേക്ക്, ദൈവവചനത്തിൻ്റെ അനുസരണത്തിൻ്റെ അടുത്ത പടിയിലേക്ക് നയിക്കേണ്ട ചോദ്യം അതാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം മിസ് ചെയ്തുകൂടാ, ആ ചോദ്യം ചോദിക്കാതെ ഇരുന്നുകൂടാ. ആ ചോദ്യം കൃത്യമായും ചോദിക്കണം. കൽപ്പനകൾ അനുസരിക്കേണ്ട രീതി എന്താണ്, നിങ്ങൾ എപ്പോൾ അനുസരിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് അവരെ ദൈവവചനത്തിൻ്റെ നാം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച ആ വേദഭാഗം വളരെ കൃത്യമായും ശക്തമായും മനോഹരമായും അവർക്ക് മനസ്സിലാകുന്ന പോലെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ട് ഈ ക്ലാസ് നിർത്തുകയാണ്. മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകാൻ നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഞാൻ ക്ലാസ് നിർത്ത. അടുത്ത ക്ലാസ്സിൽ മൂന്നാമത്തെ ഭാഗത്ത് എന്താണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും കൂടെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗം ഈ രണ്ടാമത്തെ 3/3 2/3 3/3 രണ്ടാമത്തെ ഈ മിഡിൽ ഭാഗത്ത് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവലംബിക്കേണ്ട രീതി, മെത്തേഡ് എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ചില പേരെഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവർക്ക് വേണ്ടി നിശ്ചയമായും പ്രാർത്ഥിക്കുക. ഈ ആഴ്ചയിലും നിങ്ങൾ വേർതിരിക്കാൻ, സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, നിങ്ങളുടെ ദർശന പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കാം എന്ന് ദൈവസന്നിധിയിൽ ഏറ്റ സമയം, അത്രയും സമയം ആ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം ചെലവഴിക്കുക. അവരെ കണ്ടുമുട്ടാൻ സാഹചര്യമുണ്ടെങ്കിൽ കണ്ടുമുട്ടാൻ ശ്രമിക്കുക. അവരെ ഫോൺ വിളിച്ച് അവരോട് സംസാരിക്കുക, അവരുടെ വിഷയങ്ങൾ അറിയുക, പിന്നെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സംസാരിക്കുക. നേരിട്ട് കാണാൻ സന്ദർഭം ഉണ്ടാകുന്നെങ്കിൽ അവരുമായി നേരിട്ട് സംസാരിച്ച് സുവിശേഷം പങ്കുവയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സുവിശേഷം പങ്കുവയ്ക്കാൻ ദൈവം നിങ്ങളുടെ മുൻപിൽ വഴികൾ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ ദൈവിക നന്മകൾ കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ആമേൻ.